ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും നല്ല രീതിയിലുള്ള മഴ ആയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇവിടെയൊക്കെ മഴ നല്ല രീതിയിൽ ഉണ്ടാകുമെന്നറിയാം. കാരണം നമ്മളവിടത്തേനേക്കായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവിടെ തന്നെ ആയിരിക്കും. മാഷാ അല്ലാ അൽഹംദുലില്ലാ ആ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ച് ഭാഗ്യം ചെയ്തവരാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കേട്ടോ. അഹങ്കാരമൊന്നുമില്ല കേട്ടോ പഠിച്ചവനെ, ഇനി അങ്ങനെ വിചാരിക്കല്ലേ. കാരണം നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ അങ്ങനെ കടലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള നമ്മളുടെ ഏരിയയിലേക്ക് തീരെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ പാലക്കാട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ മലമ്പുഴ കാഞ്ഞിരപ്പുഴ ആ ഒരു ഭാഗത്തേക്ക് പിന്നെയും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു പുഴയോ കാര്യങ്ങളോ ഒന്നും അത്ര വലിയ കാര്യങ്ങളായിട്ടില്ല. മണ്ണിടിച്ചിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇതുവരെ അല്ല കേട്ടോ. അതിന് തന്നെ അൽഹംദുലില്ലാ എന്നുള്ളത് പഠിച്ചവനോട് എപ്പോഴും മഴ പെയ്യുമ്പോൾ മറ്റുള്ള നാട്ടിലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. ഞാൻ രാവിലെ എണീച്ച് വന്നുങ്ങാണ്ട് ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇന്ന് കലക്കിപ്പാർന്ന അപ്പാന്ന് കേട്ടോ. അപ്പോൾ അതിനുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഉമ്മയും ഇപ്പം എല്ലാവരും ഉള്ളത് ഉണ്ട് ഇപ്പോൾ എന്നുള്ളത്. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കറണ്ട് എന്തോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചായക്കുള്ള വെള്ളം. ഇനിയിപ്പോൾ അതാ ദോശ ചുട്ടെടുക്കണം, നമ്മുടെ കലക്കിപ്പാർന്ന അപ്പം കേട്ടോ. അപ്പോൾ അത് ചുട്ടെടുക്കുകയാണ്. ഈ അപ്പം എപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കാക്കൂനെയാണ് കേട്ടോ ഓർമ്മ വരിക. കാരണം എന്താ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാക്കൂന് ഒറ്റ ഉത്തരേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കലക്കിപ്പാർന്ന അപ്പം എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതാ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുള്ള ആ ഒരു ടൈമിലാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ് അവിടെ ചെല്ലുന്ന കേൾക്കുന്നുണ്ട്. കാരണം ഇന്നും വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിരാഗി കൊല്ലും എന്നുള്ളത് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഇന്നെങ്കിലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ബിസി ആയി പോകുന്നുണ്ട് കേട്ടോ, ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി പോകുന്നത്. ഇനിയിപ്പോൾ അതാ ഞാനിവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ചായ അവിടെ വെച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അപ്പേ ചുടുന്നുള്ളൂ കേട്ടോ. പിന്നെ മക്കളൊന്നും എണീച്ചിട്ടില്ല, ഇന്ന് സ്കൂളില്ലാത്ത ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ മക്കളൊക്കെ എണീക്കുമ്പോൾ ഒരിക്കലുള്ളത് ചുടാൻ വിചാരിച്ചു. അപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലപോലെ പെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത്ര അറിയുന്നില്ല എന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. അപ്പോൾ അപ്പോഴും ഇപ്പോഴായിട്ട് അങ്ങനെ പെയ്ത് ഇടയ്ക്കൊന്നിന് തോരും എന്നല്ലാണ്ട് അങ്ങനെ വലിയൊരു തോർച്ച എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അതാ കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കഴിക്കൂലല്ലോ, മുട്ട കഴിക്കൂല. അപ്പോൾ ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കി ഉമ്മക്ക് ദോശയിലോട്ട് അങ്ങനെ അതവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മുട്ടക്കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറന്നു പോകരുത്. ഇഷ്ടമായ ഒരു ലൈക്ക് തന്നൂടെ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ കൂട്ടം പിന്നെ പറയണ്ടല്ലോ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതാ മുട്ടക്കറിയിലേക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് അരച്ചിട്ട് അത് തികയില്ല. അപ്പോൾ കുറച്ച് തേങ്ങ ചട്നിക്ക് അരച്ചപ്പോൾ അതുക്കും കൂടെ കൂട്ടി അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് പ്രിപ്പറേഷനിലോട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കൂനാണ് കേട്ടോ, നമ്മുടെ മഷ്റൂം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂനില്ലേ അത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, കടയിൽ നിന്നല്ല. ഇവിടെ കാക്കുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, റാഷി പറയും, ഓൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി അങ്ങനെ ആരോ അതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, അവരിങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. നല്ല കൂനാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കണം കണ്ടിട്ടുണ്ട്, ആ മൊട്ടുകൂനുണ്ടല്ലോ അത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് സാധാ നമ്മളുടെ കൂനുണ്ടാവുമല്ലോ മണ്ണിനടിയിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് എടുക്കുകയെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. കുറേ കാലമായിരുന്നു കേട്ടോ കൂൺ കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് വെച്ചിട്ട് വേണം കുറച്ച് ചോറയിക്കാൻ എന്നുള്ള മട്ടിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് എടുക്കുകയാണ്. ഇന്ന് സ്കൂളില്ലാത്തത് മഴ കാരണമാണ് തോന്നുന്നു, അതിന് ശനി ഞായറിൻ്റെ വീഡിയോ ആണോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ വരുന്ന ആ ഒരു കൂനല്ല, അതിനാണല്ലോ നമ്മൾ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഇന്നും കുറച്ച് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉമ്മക്ക് അങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മ കുറച്ച് ചക്കൊക്കെ വെട്ടി നന്നാക്കിങ്ങാണ്ട് തരുന്നുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാനത് ഈസി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൂന് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കട്ടോ. നമ്മൾ നല്ല ബീഫ് വരട്ടിയത് ഉണ്ടാക്കൂലേ, സെയിം രൂപത്തിലാണ് കേട്ടോ ഞാൻ ഈ കൂന് വരട്ടിയതും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പം മുതൽക്ക് വോയിസ് കൊടുക്കുന്നത് ഞാൻ ഇന്നാണ് കേട്ടോ. ഇതുവരെ വോയിസ് കൊടുത്തിരുന്നത് ഞാൻ ഇന്നലെ ആയിരുന്നു. ഇന്നലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. വോയിസ് കൊടുക്കുന്നത് മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ ഇന്നെങ്കിലും ഇത് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നും ഇപ്പോൾ ഇത് എത്തുമെന്നുള്ളത് അറിയൂല. ഇൻഷാ അല്ലാഹ് ഇന്ന് എന്തായാലും അപ്ലോഡ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ മൺചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൂന് ഇഷ്ടമല്ലോ എത്ര ആളുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കിട്ടിയാലും ഞാൻ കഴിക്കട്ടെ, അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇനിയിപ്പോൾ അത് ആ സവാള നല്ലപോലെ കനല്ലാണ്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വായിൽ പുണ്ണുണ്ടായതുകൊണ്ട് വോയിസ് കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സംസാരിക്കാൻ പറ്റുന്ന തന്നെയല്ല, ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി അല്ല ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ തക്കാളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 3-4 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. വീഡിയോ ഇങ്ങനെ നോക്കിയാണ് ഞാനിതിങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല. അത് പിന്നെ നമ്മൾ മലയാളികൾക്ക് നിർബന്ധമാണല്ലോ, എന്ത് പച്ചക്കറി കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനക്കേടാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതാ കുറച്ച് കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ആ പൊടികളൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ എല്ലാ കറികളിലും ചിക്കൻ മസാല ഇടുന്നവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുകൊണ്ടേ. അപ്പോൾ കണ്ടില്ലേ, നല്ല പെരന്നനായിട്ടുള്ളൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ കൂനുണ്ടല്ലോ, മഷ്റൂം, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ആ ഒരു മസാലയും കൂടെ നല്ല പോലെ കോട്ടായി വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുക്കായി വരണമല്ലോ, അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് അവിടെ കിടന്നുങ്ങാണ്ട് വേവട്ടെ. അത് ഞാൻ സെറ്റാക്കി അടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത് ആ ചക്കൊക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വിസിലടുപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പലരും പല വിധത്തിലായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുക്കാറ്. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടിച്ചെങ്ങാണ്ട് ഗ്യാസിൽ വേവിക്കാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയുള്ള നല്ല നാടൻ കൂട്ടാനുകളൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇറച്ചിയും കോഴിയും മീനിനേക്കായും ഇങ്ങനത്തെ വിഭവങ്ങൾ ഉണ്ടാവാറ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനിടയിൽ നമ്മളുടെ കൂനിൻ്റെ കാര്യം മറന്നു പോവല്ലേ, അതിടക്കൊന്ന് ഇളക്കി കൊടുക്കും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കറി രൂപത്തിലല്ല, ആ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ വരണ്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീണ്ടും അടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. അതവിടെ കിടന്ന് റെഡി ആവട്ടെ. നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു നന്നാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു പുളി ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ള ഒഴിച്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരക്കാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയൊന്നും ഇല്ലാത്തപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ തേങ്ങയൊന്നും അരക്കാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഒരു ചക്കക്കുരു കറി. അപ്പോഴേക്കും നമ്മുടെ കൂനൊക്കെ നല്ലപോലെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. ഇനിയിപ്പോൾ ചോർക്ക് ഇത്തിരി ഇട്ടുകൊണ്ടാണ് കൂട്ടിക്ക് വെച്ച് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ എന്ത് രസമാണെന്നറിയോ എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അത് മൊത്തത്തിൽ ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കിടക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ചക്ക റെഡി ആയിട്ടുണ്ടായിരുന്നു. ചക്ക ഞാൻ കുക്കറിൽ നിന്നും വേറെ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ആ കുക്കറിൽ നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കണം. എന്നിട്ട് തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കുത്തി ഉടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ചക്ക ഇങ്ങനെ തോണ്ടി കൂട്ടുന്ന ആ ഒരു രൂപത്തിൽ വേണം കേട്ടോ. കഷ്ണമൊന്നും അതിൽ കാണേ ചെയ്യരുത്, അങ്ങനെ വേണം. അങ്ങനെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കടുകും കറിവേപ്പില ഇല്ല കേട്ടോ. കറിവേപ്പില ഇപ്പോൾ എന്താണെന്നറിയില്ല.
തീരെ കിട്ടുന്നില്ല. അപ്പോഴേക്കും കൈക്കലായില്ലൊന്നാണ് മുങ്ങിപ്പോയിട്ടോ. പിന്നെ അത് വറവിട്ടെടുത്തതിന് ശേഷം ചക്കക്കുരു ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ഒഴിച്ച് കുക്കർ അടച്ച് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കടുകിട്ട് വറവിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇനിയിപ്പോൾ അതാ മക്കൾസ് ഓരോരുത്തരായിട്ട് എണീച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവ ഇപ്പോഴും എണീച്ചിട്ടില്ല. അയാനക്കുട്ടി എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾക്കുള്ള അപ്പം ചുട്ടെടുക്കാന്ന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് ചുട്ടെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ കുറേ നേരം നിൽക്കുന്നല്ല, പക്ഷേ ബാക്കി ആവണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ. കാരണം ബാക്കി ആയാൽ ചിലപ്പോൾ ആർക്കും വേണ്ടി വരില്ല. എന്നാൽ പിന്നെ ആവശ്യത്തിനുള്ളത് ചുട്ട് കഴിഞ്ഞാൽ മാവ് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെയും ചൂടാലോ. നേരെ മറിച്ച് അപ്പാണ് ബാക്കി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നാളെ വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ടി വരില്ല. അപ്പോൾ ഞാനിതാ ഇപ്പോൾ മക്കൾക്ക് രണ്ടാൾക്കുള്ളത് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഏകദേശ കണക്കിലൊരു 4 അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. രണ്ടാൾക്ക് ഈ 2 വെച്ചിട്ട് കഴിക്കുന്നില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. ഇനി അഥവാ വേണമെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അപ്പമൊക്കെ വീണ്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉപ്പാക്ക് നേരത്തെ ചായ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അയാനക്കുട്ടി എണീച്ച് വന്നെങ്ങാണ്ട് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ഇനിയിപ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഷൂട്ടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്താൻ്റെ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ളൊരു ഫുൾ ഡേ റൊട്ടീൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പഠിച്ചോനി ഞാൻ അതെങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കാം കേട്ടോ, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.